ഇന്ത്യൻ ടീം തോറ്റു തുന്നമ്പാടി അടുത്ത മത്സരത്തിനായി ചെന്നൈ എയർപോർട്ടിൽ വന്നിറങ്ങി ടീം ബസ്സിൽ ഹോട്ടലിലേക്ക് പോകുമ്പോൾ ഗൗതം ഗംഭീർ അഭിഷേക് ശർമ്മയോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായി ഓടുന്നുണ്ടല്ലേ. അതെന്തായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക? ചീത്തവിളിയാണോ? അതോ തലോടലാണോ? ആശ്വസിപ്പിക്കലാണോ? എനിക്ക് തോന്നുന്നേ ഗൗതം ഗംഭീർ പറയണേ, നീ കാരണം ഒരു സ്വസ്ഥതയും ഇല്ലാതായല്ലോടാ. എനിക്ക് ഇച്ചിരിയെങ്കിലും നാണോ ഉണ്ടോ? ഇച്ചിരിയെങ്കിലും. സോഷ്യൽ മീഡിയയിൽ എമ്മാരി തെറിയാൻ ഞാൻ കേൾക്കുന്നത് എനിക്കറിയാം. എല്ലാവരും അതിന് തെറി വിളിക്കുക. ഓരോരുത്തർ ഈ വലിപ്പത്തിലുള്ള പാരഗ്രാഫിലാണ് തെറി എഴുതി വിട്ടുന്നത്. ഇപ്പോൾ ബാറ്റിംഗ് കോച്ചോട് ചോദിക്കാം, നീ കേൾക്കാറുണ്ടോ? തെറി കേൾക്കാറുണ്ടോ? ഇവൻ കാരണം കോച്ചും പറയും, ആ ഉണ്ട് ഉണ്ട് ഞാനും കേൾക്കുന്നുണ്ട്. ഇതാണ് ഞാനിത് ഇത്രയും വലിപ്പത്തിലുള്ള തെറിയാണോ കേൾക്കും? എന്ത് ഗതികേടാണ് ഇവനെയൊക്കെ ടീമിലെടുത്തത്. ഇവന് പകരം ആ സഞ്ജു സാംസൺ ഇറക്കിയാൽ മതിയായി. എനിക്കിഷ്ടപ്പെട്ടവരെയൊക്കെ ഒന്ന് വളർത്താൻ നോക്കണം. അപ്പം ഇവന്മാർക്കും കൂടി ഇച്ചിരി ഉത്തരവാദിത്വ ബോധം വേണ്ടേ എന്നെ ഇങ്ങനെ തെറിയിപ്പിക്കാനായിട്ട്? കളി കഴിഞ്ഞിട്ട് അഭിഷേക് ശർമ്മ ഒളിഞ്ഞും ഭാഗത്തൊക്കെ നടക്കുമായിരുന്നു. പക്ഷെ ഗതികേടിന് ബസ്സിൽ കയറി പാണ്ടിരിക്കുന്നു ഗൗതം ഗംഭീർ. ഒരു രക്ഷയില്ല, ഇരിക്കണം അവിടെ ആയിരുന്നു. അങ്ങനെ ഇരുത്തിയിട്ടാണ് ഇപ്പോൾ ഈ പൊരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് നമ്മൾ ഈ ടൂറൊക്കെ പോകുമ്പോൾ പ്രിൻസിപ്പാളിൻ്റെ അല്ലെങ്കിൽ ക്ലാസ് ടീച്ചറിൻ്റെ ഒക്കെ അടുത്ത് പെട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസ്ഥയുണ്ടല്ലോ, അതായിരുന്നു അഭിഷേക് ശർമ്മയുടെ അവസ്ഥ. അല്ല, വേണം, കിട്ടണം. മനസ്സിലായില്ല? ഇപ്പോൾ LKG പിള്ളേർ കളിക്കുന്നതിനേക്കാൾ അബദ്ധമായിട്ടല്ലേ കളിക്കുന്നത്. മൂന്നിടക്ക് അതിൽ നിന്നും പഠിച്ചിട്ട് എന്തെങ്കിലും സെറ്റാവാൻ നോക്കുമ്പോൾ 15 റൺസ് പിന്നെ വീശ. വീശലാണ് നിങ്ങളുടെ എക്സ് ഫാക്ടറൊക്കെ ശരി. പക്ഷേ ഫോം ഔട്ടാണ് എന്ന് സ്വയം മനസ്സിലാക്കി അതിനകത്ത് എന്തെങ്കിലും ചേഞ്ച് കൊണ്ടുവരണ്ടേ? അറ്റ്ലീസ്റ്റ് ഫോം ആവുന്നവരെങ്കിലും. ഫോം ആയതിനു ശേഷം വീണ്ടും നിങ്ങൾ വീശുവോ ചാടുവോ മറിയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യും. അപ്പം അതിനുള്ള ബോധം കാണിക്കണം. ഈ ചീത്തവിളിയിലൂടെയെങ്കിലും നന്നാവട്ടെ. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഗൗതം ഗംഭീർ എന്തായിരിക്കും അഭിഷേക് ശർമ്മയോട് പറയുന്നത്? ഒന്ന് കമൻറ്റ് രൂപത്തിൽ എഴുതും.